ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പദ്മിനീസ് കിച്ചൻ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ ഡ്രൈ റെസിപ്പിയാണ്. അതിന് ഉള്ളിയും മുളകും ചതച്ചിട്ട് ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിനു മുമ്പ് ഞാനൊരു ചിക്കൻ പെരട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം വഴറ്റി ഉണ്ടാക്കുന്നതാണ്. ഇതിന് അത്രയൊന്നും പണിയില്ല, പെട്ടെന്ന് കഴിയും. ഇതിന് ഒരുപാട് മസാലകളൊന്നും വേണ്ട. ചതച്ച മുളകും ചെറിയ ഉള്ളിയും മാത്രമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. അപ്പോൾ നമുക്കിനി ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം, ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ നുറുക്കിയത്, 250 ഗ്രാം ചെറിയ ഉള്ളി, തക്കാളി 2 എണ്ണമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ട്. നിങ്ങൾ 3 എണ്ണം എടുത്തോ, കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയമുളക് എന്നും പറയുന്നതിന് 15 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ പകുതി, വെളുത്തുള്ളി അല്ലി 25 എണ്ണം, വേപ്പില 5-6 തണ്ട്. വെളിച്ചെണ്ണ ഏകദേശം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കണം. ഇത് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഉള്ളി മുളക് ചതച്ച് റെഡിയാക്കി വെക്കാം. ഇതിൽ നിന്നാണ് ഈ ഡിഷിൻ്റെ മെയിൻ ഫ്ലേവർ വരുന്നത്. ഞാനിതിപ്പോൾ ഇങ്ങനെ ചതച്ചാണ് എടുക്കുന്നത്. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടണമെന്നില്ല. ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി, പെട്ടെന്ന് കഴിയും. ഇതുപോലെ ഇത്രയും ചതഞ്ഞാൽ മതി. ഇത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഉള്ളിയും കൂടി ചതച്ചെടുക്കാം. ഇതേപോലെ ഉള്ളി ചതച്ചെടുക്കാം. ഇനി നമുക്ക് മുളക് ചതച്ചതും ഉള്ളി ചതച്ചതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ചതച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വയ്ക്കാം. ഇത് മിക്സിയിലിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ സോഫ്റ്റായിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അയൺ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വറുത്തെടുക്കേണ്ടതാണ്. അതിന് നമ്മളൊന്ന് മൂടി വെച്ച് വറുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ മൂടി വെച്ചത് ഇതിൽ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ മൂടി വെച്ചിട്ട് വറുക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൊരിഞ്ഞു പോകരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഇത് കുക്കായെന്ന് തോന്നിയ ഉടനെ തന്നെ കോരി മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് കൂടുതൽ മൊരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബലം വെക്കും, അപ്പോൾ ആ സോഫ്റ്റ്നെസ് പോകും. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഉള്ളിമുളക് വഴറ്റിയെടുക്കണം. അതിന് ഈ പാൻ ഇത്തിരി ചെറുതാണ്, എനിക്ക് ചിക്കൻ ഇട്ട് ഇളക്കാൻ പറ്റില്ല ഇതിലിട്ട്. അതുകൊണ്ട് ഞാൻ വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ വറുത്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2-3 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഇത് അയൺ കടായി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുമ്പോൾ ചെറുതായിട്ട് കളറൊന്ന് ഡാർക്കായി വരും. മറ്റുള്ള പാനുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഡാർക്കാവില്ല. ഇത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് ലോ ഫ്ലെയിമിലേ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പം അതുകൊണ്ട് സാവധാനമാവുള്ളൂ. ഇപ്പം ഇത് ഏകദേശം പച്ചമുളകൊക്കെ മാറി മൂപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ കളറ് ഇത്തിരി ഡാർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ്. നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും കളറാവാൻ നിൽക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്ക് അരച്ചു വെച്ച ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന്റെ വെള്ളം വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ പുരട്ടി വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഉപ്പ് കറക്റ്റാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പോരെങ്കിലും ആവശ്യത്തിനുള്ളത് ഇതിൽ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തോ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ കുറുകി വരുമ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം ഈ മസാല ഒക്കെ. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് മൂക്കേണ്ട കാര്യമൊന്നുമില്ല, ചിക്കൻ ഓൾറെഡി കുക്കായതാണ്. ഇനി നമുക്കിതുമ്പോൾ മസാലകൾ എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചാൽ മതി. ഇപ്പം ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. ഉള്ളിമുളകും ചതച്ചതിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും കൂടി ഭയങ്കര നല്ല സ്മെല്ലാണ് വരുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചേക്കാം. ഇതിൻ്റെ ഈ ഉള്ളിയും മുളകും വേപ്പിലും എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആർക്കും കൊതി വരും. അത്ര നല്ല സ്മെല്ലാണ് ഇപ്പോൾ. ഞാനിവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ കുത്തിരിച്ചോറും ബീൻസ് തോരനും മോരുകറിയും കൂടിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.